ഞാൻ അന്നേ റസൂലൊക്കെ തുടങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് കാണാൻ വേണ്ടി ചെന്നതാ ലൊക്കേഷനിൽ. അപ്പൊ അങ്ങനെയാണ് വിജയകുമാർ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, രാജീവന്റെ. അപ്പൊ ആള് ചോദിച്ചു എടാ നീ അഭിനയിക്കണ്ടെന്ന്. നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല. പിന്നെ ബാലനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ഇൻബിറ്റ്വീനാണ് ഈ ഷൂട്ട് വന്നത്. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടർ മിതൂട്ടി ചെയ്ത ക്യാരക്ടർ തലവര. ആക്ച്വലി ചന്തുവിനോട് കഥ പറയാൻ വരുമ്പോഴാണ് അഖിലിനെ ഞാൻ ചന്തുക്ക് ഒരു സ്പേസിലുണ്ട്. എൻ്റെ ഈ ഒരു ജേണിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ്, നല്ല നല്ല ടെക്നീഷ്യൻസ് ആയിട്ടും ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. ഹായ്, ഹലോ, നമസ്കാരം. നിരവധി സിനിമകളുടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ വിഷ്ണുരാഗാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണല്ലേ? ആദ്യം തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. അപ്പോ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് പുതിയ സിനിമ പുറത്തിറങ്ങിയിരിക്കുകയാണ്, കറക്കം. ആ സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ വലച്ചൊരു കുരിശുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണ് ഏറ്റവും പുതിയ വിശേഷം? ഇപ്പൊ പറഞ്ഞു എന്തൊക്കെയാണ് ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു പ്രേക്ഷക പ്രതികരണമൊക്കെ? നല്ല അഭിപ്രായമാണ്. പക്ഷെ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയണത്. അത് മാക്സിമം വർക്കായിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നിയേക്കണത്. എനിക്കും അത് സിനിമ കണ്ടപ്പോ തോന്നിയെന്ന് വെച്ചാൽ വെറൈറ്റി ഒരു കൺസെപ്റ്റാ. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പല രീതിയിലുള്ള പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് തന്നെ പ്രേതങ്ങൾ ആദ്യമായിട്ടാണ്. അതായത് പ്രേതങ്ങളുണ്ട്, പേടിച്ചൊന്നുമില്ല, ഒരു ക്യൂട്ടായിട്ടുള്ള പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞുവിടാനൊന്നും തോന്നൂല. ആർക്കൊരു ശല്യമില്ല. അതെ, അതിൽ വിഷ്ണുവിന്റെ ക്യാരക്ടർ ഞാൻ കണ്ടപ്പോ തന്നെ തോന്നി ഒരു കള്ളൻ, കൊച്ചു കള്ളൻ എന്നൊക്കെ തോന്നി. ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ്. അപ്പൊ എന്താണ് ആ ഒരു ക്യാരക്ടറിലോട്ട് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു. ഞാൻ ആക്ച്വലി തലേ ദിവസമാണ് ഞാൻ ബാലനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ഇൻബിറ്റ്വീനാണ് ഈ ഷൂട്ട് വന്നത്. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടർ മിതൂട്ടി ചെയ്ത ക്യാരക്ടർ. അപ്പൊ അത് ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ലാസ്റ്റ് പറഞ്ഞടാ എനിക്ക് വേറൊരു പരിപാടി പിടിക്കുക, വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ എന്നാലും വർക്കൗട്ട് ആവുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല, അയ്യോ ചെറുതായി പോയല്ലോ എന്നുള്ള സാധനം. പക്ഷെ എനിക്ക് ഞാൻ തലേദിവസമാണ് ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ടൊന്ന് വായിച്ചു നോക്കണത്. കഥ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിത്ത് ഡയലോഗ് ഞാൻ അപ്പോഴാണ് വായിച്ചു നോക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഡയലോഗ് പണിപ്പാളി. അതിന് പക്ഷേ ഫസ്റ്റ് ഡേ, അതായത് നമ്മളുടെ ആ പടത്തിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ സീക്വൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ബിജിക്കുട്ടനായിട്ട് ചേർന്നായിട്ടുള്ള സീനായിരുന്നു. അപ്പൊ ആളെന്റെ നാട്ടുകാരനാണ്, പറവൂര് തന്നെയാണ് പുള്ളിയുടെ നാട്. അപ്പോ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടൊരു കോമ്പിനേഷൻ സീനൊക്കെ വന്നപ്പോ ഞാനിങ്ങനെ ഓക്കെ അടിപൊളി. അങ്ങനെ ആ പരിപാടിയൊക്കെ ചെയ്ത് അപ്പോഴാണ് ഒരു ഫണ്ണും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്ന് ആ സ്പേസിൽ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി അങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നത്. അങ്ങനെ പിന്നെ ചെയ്തു. ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഡബ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നത്. അപ്പൊ സുഭാഷ് ചേട്ടൻ തന്നെ പറഞ്ഞു എടാ ഡബ് കഴിഞ്ഞ് ഇപ്പൊ കുറച്ചും കൂടി ആ ക്യാരക്ടർ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് ആകെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു പോയി പടത്തില് എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും സിനിമ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ചെറിയൊരു സിനിമ, ഡയറക്ടറും അല്ലെങ്കിൽ ആ സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പറഞ്ഞു ചെറിയൊരു സിനിമയാണ്, പക്ഷെ എന്നാലും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിൽ തിരിച്ചറിയാൻ പറ്റിയ ക്യാരക്ടറാണ്. അതിലിങ്ങനെ അത് ചെറുതായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ നോട്ടബിൾ ആണ്. ഇപ്പൊ ത്രൂ ഔട്ട് ആ പടം കാണുമ്പോൾ എല്ലാവർക്കും ഇവൻ എന്നോട് ഇന്റർവെല് കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ് എടാ കളിക്കാരനാണല്ലോ. ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ. അല്ല, ഇങ്ങനത്തെ എത്ര ആളുകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ സമൂഹത്തിൽ. ഉണ്ടാവുമായിരിക്കും, എന്തായാലും ഉറപ്പല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. അതെ, അത് എന്തായാലും കുറെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ക്യാരക്ടർ. പിന്നെ തീർച്ചയായിട്ടും. അല്ല, ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ചോദിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ അടുത്തൊന്നും കുറച്ച് സിനിമ ചെയ്യാൻ പോകുള്ളൂ. മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും പറയണ്ടായിരുന്നതിനോട് മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ, തലവരയ്ക്ക് ശേഷമാണ് ഞാൻ അല്ല, അന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഓരോ സിനിമകൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും മഞ്ഞുമൽ ബോയ്സ് തന്നെ അല്ലെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരിക്കുമല്ലോ. അപ്പൊ ശരിക്കും ആ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഓർമ്മയൊക്കെ ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ?
മഞ്ഞുമൽ ബോയ്സിന്റെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജേണി തന്നെ മൊത്തത്തിലൊരു മെമ്മറബിൾ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതായാലും ഞാനിപ്പോ ഇവിടെ വന്നിരിക്കാൻ കാരണം തന്നെ അതാണ്. അതെ. അപ്പൊ അത് ആ പടം കാരണം ഒരുപാട് അവസരങ്ങളും പിന്നെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ആ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവം. ശരിക്കും അത് എല്ലാ ആളുകൾക്കും ഒരു സിനിമയിൽ എപ്പോഴും പ്രേക്ഷകർക്ക് എപ്പോഴും ഓർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കുറേ സിനിമ ചെയ്യണമെന്നില്ല, പക്ഷെ ഈ സിനിമയിൽ ശരിക്കും നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ തന്നെ ആയിരിക്കും അല്ലേ? അത് എല്ലാ രീതിയിലും ഇപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈവൻ എനിക്ക് എന്നോട് കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഞാനിങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ താടി വെച്ചിട്ടാണ് മിക്കപ്പോഴും നടക്കാറ്. അപ്പൊ അതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ലുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ആളുകളോട് ആ ടീഷർട്ട് പറഞ്ഞ പോലും അവർക്ക് അതറിയാം. 3 സ്റ്റാറുള്ള ബ്ലൂ ടീഷർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് ഓക്കെ 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 ഇപ്പൊ മനസ്സിലായി. അത് ഗൂഗിളിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയം വിഷ്ണുരേഖ കൊടുക്കുമ്പോൾ ആ ബ്ലൂ ടീഷർട്ടിലെ ഫോട്ടോ വരും. ഞാൻ ഇൻസ്റ്റയുടെ പ്രൊഫൈൽ പിക്കൊന്നും ഇതുവരെ മാറ്റിയില്ല. അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിനുശേഷം തലവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇതേപോലത്തെ കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ആ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന കുറെ ആളുകൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം കുറെ പേര് അതിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയിൽ ഇതേപോലെ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ ക്യാരക്ടറും ഭയങ്കര അടിപൊളി ക്യാരക്ടറായിരുന്നു. അപ്പൊ തലവരയിലോട്ടൊക്കെ എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത് സിനിമ? തലവര ആക്ച്വലി ചന്തുവിനോട് കഥ പറയാൻ വരുമ്പോഴാണ് അഖിലിനെ ഞാൻ ചന്തുക്ക് ഒരു സ്പേസിലുണ്ട്. അപ്പൊ ആ സമയത്ത് അഖില് കഥ പറയാൻ വന്ന്, അപ്പൊ അഖിലിന് എനിക്ക് പരിചയം പാലക്കാടുള്ള ഒരു സുഹൃത്ത് വഴി എനിക്ക് ഇങ്ങനെ പരിചയമുണ്ട്, കേട്ടറിവുണ്ട് അഖിലിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടു. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോണ വഴിക്ക് ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് ആൾ വിളിച്ച് ഇങ്ങനെ അഖിലിന്റെ ഒരു പടം ഉണ്ടെന്ന് കേട്ടു നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് വേറൊരു അവസരമൊന്നും എനിക്കൊരു പടം വന്നിട്ടുണ്ടായിരുന്നു അതിക്ക് മുന്നേ, ഒരു വടക്കൻ എന്തോ ഒരു സംഭവം, അതിന്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞു. അപ്പൊ അത് എനിക്ക് അങ്ങനെ ഒരു വർക്കൗട്ട് ആയില്ല. അപ്പോ എന്തായാലും ഒരു ബെസ്റ്റ് പരിപാടി ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ഒരു അവസരങ്ങൾ വരും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വന്നത് എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം വന്നത്. അപ്പൊ ഓൾറെഡി അവിടെ നിന്ന് പോകുമ്പോ ചന്തു പറയുകയും ചെയ്തു, നമ്മള് ബോയ്സിന് പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അഖിലിനോട്. അപ്പോഴാണ് കുറച്ചുകൂടി അഖിലിങ്ങനെ, പിന്നെ ഞാനിങ്ങനെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ അതിന്റെ എന്തോ ആ സമയത്ത് എന്തോ കണക്ട് ആയി. അങ്ങനെ കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. എനിക്കത് ആദ്യമേ തന്നെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് വർക്കൗട്ട് ആയി പരിപാടി. പിന്നെ അതിൽ കുറച്ച് അതായത് നമ്മളിങ്ങനെ ക്യാരക്ടർ ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആവാത്ത പരിപാടി പോലെ ചില സാധനങ്ങളൊക്കെ തോന്നി. പക്ഷെ അത് പടം വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ ബ്രേക്കായി. അതുകൊണ്ട് ഞാനിപ്പോ അധികം ഇങ്ങനെ സജഷൻ ഒന്നും പറയാൻ സജഷൻ അങ്ങനെയല്ല, നമുക്ക് ചില സ്പേസിൽ നമുക്ക് പറയാലോ, ചോദിക്കാം. അഖില് പിന്നെ പേഴ്സണലി ചോദിക്കാറുണ്ട്. ഇപ്പൊ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആ സമയത്ത് ഇല്ലടോ ഇത് വർക്കൗട്ട് ആവൂല എന്നൊക്കെ പറയും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഖില് അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഒരു സീൻ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിലൊരു ഫൈറ്റ് നടക്കും എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കല്ലൊക്കെ എടുത്തിട്ടുള്ള സംഭവം. അപ്പൊ ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു, അളിയാ നമുക്ക് ഇവിടെ ഇടിക്കുക, എടാ നമ്മളൊരു കൂട്ടുകാരൻ ഇടിക്കുമ്പോ നമ്മളിങ്ങനെ നോക്കിക്കോ, നമുക്ക് ഒരു ഇടിയൊക്കെ വരണ്ടേ പടത്തിൽ നിന്ന്. അതിലൊരാൾ നമ്മളെപ്പോഴും കാണാം, എല്ലാരും വിചാരിക്കും അവിടെ ഒരു ഇടി നടക്കുന്നു, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രീറ്റ് ചെയ്തോ. അപ്പൊ ഞാൻ അഖിലിനെ വെല്ലുവിളിച്ചു, അളിയത് കാണിച്ചു തന്നോട്ടാ, പരിപാടി വർക്കൗട്ട് ആക്കി തന്നോട്ടാ. അതൊരു ഡയറക്ടറോടാണ് അങ്ങനെ പറയാനുള്ള അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അഖിലൊന്നും മിണ്ടിയില്ല. പക്ഷെ പടം ഞാൻ റിലീസായപ്പോഴാണ് ഞാൻ പടം കാണുന്നത്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. അതാണ് തിയേറ്ററിൽ എന്നെ വിളിച്ചിട്ട് പേഴ്സണലി കുറെ പേര് പറഞ്ഞതും, എടാ ആ സീൻ അടിപൊളിയായിരുന്നു. അതാ ശരിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു സ്പേസ് കിട്ടണമെന്നില്ല, എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ ആവണമെന്നില്ല. ഒരിക്കലും നമ്മൾ സജഷൻസ് പറയുമ്പോൾ അവരെങ്ങനെയാ എടുക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സജഷൻസ് ഒക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിയേറ്ററിലെ മൂവി കണ്ടപ്പോൾ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മൊത്തത്തില് ഇതായി പോയോ. അതായത് ആ സമയത്ത് എനിക്ക് അഖിലിനെ ട്രസ്റ്റ് ഇല്ലെന്നല്ല, പക്ഷെ കൂടുതൽ എനിക്ക് അവനോട്, അതായത് എന്റെ പെർസ്പെക്റ്റീവ് എന്നല്ല, അതായത് അത് ബ്രേക്ക് ആയി പോയൊരു മൊമെന്റ് ആണത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ശരി എന്നുള്ള സാധനമാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് തോന്നുന്നു ഈ അസിസ്റ്റന്റും കൂടെ ആയതുകൊണ്ടായിരിക്കും. അതാണ് ഒരു സിനിമ ഇപ്പൊ മര്യാദക്ക് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ
കൂടുതൽ നെഗറ്റീവ്, അതായത് ചില പടങ്ങളെ കാണുമ്പോൾ ബോറടിക്കും. അതായത് അത് നമ്മളിങ്ങനെ ഈ ടെക്നീഷ്യൻ ആയതിന്റെ ഒരു പ്രശ്നമാണത്. മര്യാദ ആസ്വദിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ. അതായത് ഒരു ഫ്രെയിം ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അതിലുള്ള എല്ലാ ഡീറ്റെയിലേക്കും പോകും. ഒരു ഷോട്ട് ആണെങ്കിൽ അതെങ്ങനെയാണ്, അത് അതിന് വേണോ വേണ്ട, ഇതിങ്ങനെയൊന്നും എടുക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ വേറൊരു പ്രേക്ഷകന്റെ ഇതിൽ നോക്കുമ്പോ അതൊന്നും മാറ്റർ ചെയ്യില്ല ഒരിക്കലും. കഥയിലൂടെ ഇങ്ങനെ ക്യാമറമാനും കൂടി ആണല്ലോ. അതാണ് പ്രശ്നം. അത് നമ്മളും മൊത്തത്തിൽ ഇങ്ങനെ വേറെ രീതിയിൽ ഇങ്ങനെ കണ്ട് മര്യാദക്ക് ഒരു സിനിമ ഇപ്പൊ ആസ്വദിക്കാൻ പറ്റില്ല. അല്ല അത് ഞാനായാലും അതെട്ടാ. ഞാൻ ചില സമയത്ത് ഇതേപോലെ കൂടുതലായിട്ട് അതിന്റെ ഉള്ളിലോട്ട് ചിന്തിക്കുന്നല്ല പറഞ്ഞത്. ഞാനും ഇതേപോലെ എഡിറ്റിംഗ് നോക്കും, അല്ലെങ്കിൽ ക്യാമറ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. അല്ല അത് ഒരു ശരിക്കും സിനിമേനെ അത്ര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇനി ഡയറക്ഷനിലോട്ടൊക്കെ ഇനി വല്ലതും വരുന്ന വല്ല പ്ലാൻ ഉണ്ടോ? പണി നടക്കുന്നുണ്ട്, ഉടനെ വരും, കാണാം. അപ്പൊ അതുപോലെ തന്നെ ഈ ആദ്യമായിട്ട് സിനിമയിലോട്ടൊക്കെ എങ്ങനെയാ വരുന്നത്? എല്ലാവർക്കും ഒരു തുടക്ക കാലഘട്ടം ഉണ്ടാവുമല്ലോ. സിനിമ എന്നുള്ള ഒരു മേഖലയായിട്ട് വരാനുള്ള ഒരു കാരണം എന്താ? ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, കമൽ കെ എം എന്ന് പറഞ്ഞിട്ട്, പടയുടെ ഡയറക്ടർ. ആളിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയപ്പോൾ വിനയേട്ടനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ ആൾക്ക് എന്തോ അപൂർവരാഗം ആ സമയത്ത് ആ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇവര് കുറെ ഓഡീഷനൊക്കെ നടത്തി. അങ്ങനെ ഭയങ്കര എൻ്റെ ഒരു ഇളയച്ചൻ്റെ റിസോർട്ടിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കണ്ട്. അപ്പൊ എന്നോടൊപ്പം എനിക്ക് നേരത്തെ എവിടെയെങ്കിലും അറിയാം, മധുച്ചേട്ടനാണ് ക്യാമറ ചെയ്യണതിന്റെ. കമലേട്ടമ്മ ചോദിച്ചേടാ നീ അഭിനയിക്കും, വല്ല നാടകം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ കോളേജിൽ എല്ലാം പഠിക്കുമ്പോൾ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. പിന്നെ നാട്ടിലുള്ള ഒരു കലിക എന്നൊക്കെ പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടി ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ എനിക്കങ്ങനെ കുറച്ച് ഷൈ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പൊ എന്തോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗീതു മോഹൻദാസ് ചേച്ചി എന്നോട് പറഞ്ഞു, എടാ നീ കൊള്ളാലോ, നിന്നൊരു പടത്തിൽ അഭിനയിപ്പിക്കൂടാന്ന് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്നേ റസൂലൊക്കെ തുടങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് കാണാൻ വേണ്ടി ചെന്നതാ ലൊക്കേഷനിൽ. അപ്പൊ അങ്ങനെയാണ് വിജയകുമാർ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, രാജീവറിന്റെ. അപ്പൊ ആള് ചോദിച്ചു എടാ നീ അഭിനയിക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ നോക്കാം. വീണ്ടും ഒരു ചോദ്യം കണ്ട് ഞാൻ വിചാരിച്ച്, പിന്നെ ആ സ്പേസിലേക്ക് ചെന്ന് ഇത് കൊള്ള പരിപാടി, ഇങ്ങനെ ഷൂട്ട് പരിപാടി ഭയങ്കര ജോളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിലേക്കാണ് ഞാൻ ചെല്ലണത്. അപ്പൊ പിന്നെ കുറെ പേരൊക്കെ ഇങ്ങനെ ആ സമയത്താണ് സൗഭിക്കനൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അവിടെ വെച്ച്. അപ്പൊ പിന്നെ വീട്ടിൽ പോകാൻ തോന്നിയില്ല. ആ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാജീവറിനെയൊക്കെ അറിയുള്ളൂ. പിന്നെ രാജീവറിന്റെ ഒരു കസിൻ ഉണ്ട്, പപ്പുച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ക്യാമറമാനാ. അങ്ങനെയുള്ള ആൾക്കാർ മധുച്ചേട്ടനൊക്കെ ക്യാമറ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ പെട്ടെന്ന് ചെല്ലുമ്പോ ഇവരല്ലാതെ വേറെ കുറെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, സൗബിക്ക, ആ സമയത്ത് സേതു എന്നൊക്കെ പറഞ്ഞ ചേട്ടനാണ്. അങ്ങനെ അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സ് കണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളതിന്റെ കൂടെ കൂടി. അപ്പൊ ഇങ്ങനെ ബോട്ടിലെ സീക്വൻസുകള് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല. പിന്നെ അല്ല തുടക്കത്തിൽ തന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. എന്റെ ഈ ഒരു ജേണിയില് ഒരുപാട് ഡയറക്ടേഴ്സ്, നല്ല നല്ല ടെക്നീഷ്യൻസ് ആയിട്ടും ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇത്ര വർഷത്തിന്റെ ഇടയിൽ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അത് ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ സിനിമ ചെയ്യുന്നതിലല്ല, നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് പറയണത്. ഇപ്പോഴും അതെ, എനിക്കങ്ങനെ നമുക്ക് എല്ലാ പ്രൊജക്റ്റിലും എനിക്കങ്ങനെ അയ്യോ അതിലൊരു അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സാധനമൊന്നും എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടൊരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് രാജീവ് സാറിന്റെ കൂടെ, രാജീവ് സാർ എന്ന് പറഞ്ഞാൽ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ സിനിമകളാണ് എല്ലാം. എടുത്തു നോക്കുകയാണെങ്കിൽ കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്, അതിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാൾ കൂടിയിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഒരു സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സമയത്ത് നമുക്ക് പറയണത് ആ രീതി തന്നെ ബിഹേവ് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ് എനിക്ക് കൂടുതൽ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പരിപാടിയിലേക്ക് എനിക്ക് അറിയില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യണത്, അതാണ് ആ സമയത്ത് ഞാൻ ചെയ്തേക്കണത്. പിന്നെ കുറച്ചുകൂടി എനിക്ക് കമ്മട്ടിപ്പാട് എത്തുമ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒരു
പരിപാടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളൊരു ആലോചനയൊക്കെ ആ സ്പേസിൽ അത് മാറി. നേരത്തെ ചെയ്തേക്കണ പക്കാ റിയലിസ്റ്റിക് പരിപാടിനേക്കാളും റിയലിസ്റ്റിക് തന്നെയാണിത്. പക്ഷെ എന്നാലും എന്നെ പേഴ്സണലി എനിക്കൊന്ന് ആ സ്പേസിൽ നിന്നൊന്ന് മാറി ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോ ദുൽഖറിന്റെ ഒക്കെ ഒപ്പം അഭിനയിക്കും, അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് പുള്ളി എന്താണ് ഇങ്ങനെ ഭയങ്കര മിണ്ടാതിരിക്കണത്, നമ്മളുടെ ഗ്യാങ്ങിൽ നിന്നൊക്കെ മാറിയൊക്കെ ആയിരിക്കും പുള്ളി ഇരിക്കണത്. പക്ഷെ ചില സമയത്തൊക്കെ വന്ന് സംസാരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും ഇടക്ക്. അപ്പൊ നമ്മളിങ്ങനെ കുറച്ചൊന്ന് ട്രൈ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി. അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടാണ് പഠിച്ചേക്കണത് കൂടുതൽ. ഇപ്പൊ എനിക്കങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. സിനിമയിലൊക്കെ വന്നെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ അവസരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാം ഇങ്ങനെ ഞാൻ കണ്ടാ പഠിച്ചേക്കണം. അതും സിനിമയിൽ വന്നിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴും അതെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്തൊക്കെ ക്യാമറ ഇതൊക്കെ ചെയ്യുമായിരുന്നു അതോ പിന്നീട്? ആ സമയത്തൊന്നും ചെയ്യില്ല, പിന്നീട് ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഓരോന്ന് ട്രൈ ചെയ്ത് അങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ രാജീവ് സാറിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമ? ആദ്യം ഞാനിങ്ങനെ ഇങ്ങനെ ക്യാമറ അസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി വീട്ടിൽ പോയിട്ടിരുന്നു, വിട്ടോളാൻ പറയും പുള്ളി. അങ്ങനെയല്ല, പുള്ളി പറയണത് ഞാനിങ്ങനെ ടൂറിസം ഒക്കെ പഠിച്ചത്. അപ്പൊ പുള്ളിക്ക് അത് അറിയാൻ നേരത്തെ തുടങ്ങി. അപ്പൊ എന്നോട് പറയും, എടാ നല്ലൊരു ജോലിയൊക്കെ കിട്ടണ ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ്, നീ പോയിട്ട് അത് പോയത് നമ്മളൊക്കെ കഷ്ടപ്പാടാണ്. അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പോ ഇവിടെ ഒന്നും വന്നിരിക്കില്ല. പക്ഷെ എനിക്ക് ഈ ഓഫീസ് പണിയൊന്നും ഇഷ്ടമല്ല അത്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോ ഇങ്ങനെ ഒരു ഇത് ചൂസ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതായാലും അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഈ സ്പേസിൽ എനിക്ക് എന്തോ അത് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും തലവര അങ്ങനെ ആയിരിക്കാം, തലവര എന്ന് പറഞ്ഞ പോലെ തന്നെ തലവര ഇതിലോട്ടായിരിക്കും അല്ലേ? അപ്പൊ അതിനുശേഷം കമ്മട്ടിപ്പാടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാനി റസൂൽ അല്ലെങ്കിൽ സ്റ്റീവ് ലോപ്പസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിയലൈസേഷൻ വരുമല്ലോ നമുക്ക് കുറച്ചും കൂടി ആക്ടിങ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ആ ഒരു റിയലൈസേഷൻ എപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അത് കമ്മട്ടിപ്പാടം, അതായത് രാജീവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്മട്ടിപ്പാടം സ്റ്റാർട്ട് ചെയ്യാൻ പോണം. അപ്പൊ ഞാൻ ആ സമയത്ത് എറണാകുളത്തേക്ക് വന്നില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വിളിച്ചേട്ടാ ഇങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് കേട്ട് ആടെ അത് ഫൈനലായിട്ടുണ്ട് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും? അതെ ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കേണ്ടി വരും എന്നൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് നടക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അതാണൊരു ഇതുണ്ട്, അതായത് ഇനി കുറെ ആൾക്കാർ ഇവിടെ പുറകെ നടക്കുന്നുണ്ട്, അപ്പൊ നീയൊക്കെ ഇനി അങ്ങനെ നടന്നിട്ടേ കാര്യമുള്ളൂ. അത് ആ ഒരു ഡയലോഗ് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന്, അതായത് നമ്മളുടെ റൂട്ട് ശരിയല്ല, കുറച്ചുകൂടി ഒന്ന് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലാതെ ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്നോട് എപ്പോഴും പറയണ കാര്യം എന്ന് വെച്ചാൽ, നീ ഇപ്പോ ഇത് ചെയ്ത് നിനക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അവസരമാണ് നീ അവിടെ കളയണം. അതെന്നോട് എപ്പോഴും പറയുമായിരുന്നു. അതിപ്പോ ക്യാമറ അസിസ്റ്റ് ചെയ്യാനായിട്ടായാലും ഈ ആക്ടിങ് ആയാലും ഇതിലെല്ലാ സമയത്തും പുള്ളി എന്നോട് പറയുന്നത് ഇതാണ്. അപ്പോ ആ സമയത്താണ് എനിക്ക് ഇത് ഞാൻ ആലോചിച്ച്, അത് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ 100 വട്ടം ആലോചിക്കണം എന്ന് പറയില്ല, അതുപോലെ ഞാൻ അങ്ങനെ ആലോചിച്ച ആ സമയത്ത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസും വന്നത് ആ സമയത്ത്. സീരിയസ് ആയിട്ട് എടുക്കാമെന്നുള്ളത് അപ്പോഴായിരിക്കും അല്ലേ? അപ്പോൾ ഈ അസിസ്റ്റ് ചെയ്യുന്നതുണ്ടല്ലോ, അസിസ്റ്റ് ചെയ്യുന്നപ്പോ എല്ലാവരും പറയാറുണ്ട് ഇപ്പൊ ആക്ട് ചെയ്യണ പോലെ അല്ല അസിസ്റ്റ് ചെയ്യണതും, എല്ലാം ഡിഫറെന്റ്. ക്യാമറ ചെയ്യണത് വേറൊരു ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ ഏതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? ആക്ടിങ് ആണോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ? അല്ലെ, എല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തേക്കണത്. പക്ഷെ അസിസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫേർട്ട് കൂടുതലാ. നമ്മള് പെർഫോം ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് മാത്രം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഇതുള്ളൂ. ബാക്ക് ക്യാമറ പ്രിപ്പറേഷൻ നടക്കുക. നമ്മളാ ഓൺ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് നമ്മളുടെ പണിയെടുക്കുക പോവാന്നല്ലാതെ അതിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് 24 hours നമ്മള് അതിൽ തന്നെ ഓൺ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. അതിപ്പോ ബാലൻ സിനിമയിൽ അങ്ങനെ ഞാൻ അസിസ്റ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ഒരു 1 year ഞാൻ അതിൽ വർക്ക് ചെയ്തു. 1 year ഉണ്ടായിരുന്നു. ഒരു 6 months പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, 6 months ഷൂട്ടും ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക്
അതായത് നമ്മൾ അഭിനയിക്കണ പോലെയല്ല. ഉം. മഞ്ഞമ്മലിന്റെ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നോട് പ്രീ പ്രൊഡക്ഷൻ മാത്രം വർക്ക് ചെയ്താന്ന് പറഞ്ഞു ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ച് അതെന്താണ് അതായത് പ്രൊഡക്ഷൻ ടൈമിൽ എന്നോട് വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വേറെ ചീഫിനോട് അത് പറയണേ, ഇല്ല അവൻ പ്രീയിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറയണാണ്. അപ്പൊ എനിക്ക് അതെന്താണ് എന്നോട് പ്രൊഡക്ഷനിൽ പറയുന്നത്. പക്ഷെ എനിക്ക് പിന്നീടാ മനസ്സിലായത്, അതായത് അതിന്റെ ഒരു പ്രോസസ്സില് എന്നെ കൊണ്ട് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അത്രക്ക് എഫേർട്ട് ഉണ്ടായിരുന്നു ഇപ്പോ അഭിനയിക്കുന്ന സമയത്തായാലും. അപ്പൊ ആ സമയത്ത് എന്നെ കൊണ്ട് വേറൊരു ഇതും കൂടി എടുക്കാൻ പറ്റില്ല എന്ന് അവന് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ എനിക്ക് ഭാരം തരാതെ അല്ലെങ്കിൽ ഭയങ്കര പണിയായി പോയി. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മൈൻഡ് ഡൈവേർട്ടായി പോവാതിരിക്കാനായിട്ട് നല്ലതായിരിക്കും. ആക്ട് ചെയ്തിട്ടുണ്ടോ ബാലനില്? ബാലനില്ല, ഇല്ല, അസിസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ എല്ലായിടത്തും നമ്മൾ മഞ്ഞുമൽ ബോയ്സ് അത്രയും ഹിറ്റായ ഒരു സിനിമയായിരുന്നു, എല്ലാവരും ചർച്ച ചെയ്ത ഒരു സിനിമയായിരുന്നു. അത്രയും ഒരു അല്ലെങ്കിൽ അത്ര ഒരു വിജയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ സിനിമ ചെയ്യുന്ന സമയത്ത്? ആ പടം നമ്മളുടെ ഇവിടെ ഹിറ്റ് ആവുന്നു 100% ഉറപ്പായിരുന്നു. അതിലൊരു വേറൊരു ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെ ഹിറ്റാവും അല്ലെങ്കിൽ മൊത്തത്തിലൊരു പാൻ ഇന്ത്യ രീതിയിൽ അത് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇമാജിൻ ചെയ്തിട്ടുള്ള അത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ ഭയങ്കര ചെന്നൈയിലൊക്കെ ടിക്കറ്റില്ല, അവിടെ ഭയങ്കര സീനെന്ന് പറഞ്ഞപ്പോ നമ്മള് തന്നെ എല്ലാരും ഓക്കെ സെറ്റ്. ഒരൊറ്റ പോലായിരുന്നു. അത്രയും സക്സസ് ആയിരുന്നു ആ സിനിമ. കമൽ സാറിനൊക്കെ നിങ്ങൾ പോയി കണ്ടിരുന്നുണ്ട്? നിങ്ങൾ ഉണ്ടായിരുന്നോ? വിഷ്ണു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൽ സാറിന്റെ? കമൽ സാർ എന്താ പറഞ്ഞത് കണ്ടപ്പോ? ഡ്രീം അല്ല അത്. എനിക്കൊന്നും അതിനെ കുറിച്ച് അധികം സംസാരിക്കാനുള്ളത് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞതാണ്. അതായത് അത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവരെ കാണാൻ പറ്റി. അതാണ് മഞ്ഞുമ്മല് കാരണം കുറെ അവസരങ്ങൾ, കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അതിലെ ഒരു ഭാഗ്യമാണ് കമൽ സാറ്, രജിൻ സാറ്, അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റി. അതും അത്രയും ശരിക്കും അത് എല്ലാവർക്കും ഒരു കണ്ടപ്പോ തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ എന്തായാലും ഹിറ്റാവുന്ന ഉറപ്പാണ്. പക്ഷെ ഇത്രയും ലെവലായി അത് സിനിമ. അപ്പൊ ഈ രാജീവ് സാറിന്റെ ഇതിൽ തന്നെയാണോ ഇപ്പൊ ചിദംബരത്തിനൊക്കെ പരിചയപ്പെടുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലോട്ടൊക്കെ വരുന്നത്? കമ്മട്ടിപ്പാടം വർക്ക് ചെയ്യുമ്പോ കമ്മട്ടിപ്പാടം നടക്കുമ്പോഴാണ് ചിദംബരത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പടം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങള് ഭയങ്കര റെയറായിട്ടാണ് കണ്ടേക്കണത് എറണാകുളത്തൊക്കെ വെച്ച്. അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്തോ ആ സമയത്തൊരു ബോണ്ടിങ് ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെ ജാനേമൻ നടക്കുമ്പോൾ വിളിച്ച്. പക്ഷെ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എന്നെ അതും കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴാണ് മഞ്ഞുമല ചെയ്യണത്. ആ സമയത്ത് ഇതുപോലെ തന്നെ വിളിച്ചിട്ട് ഒരാളെ ഒരു പരിപാടി ഉണ്ട് ഒന്ന്. പക്ഷെ ഇവന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്നെ വിളിച്ച്. അതാ പണ്ടത്തെ ഒരു ബന്ധം കൊണ്ട് മാത്രം. മുൻപ് എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീയാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു ചിദംബരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനമൻ കഴിഞ്ഞപ്പോ എനിക്ക് അസിസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്റെ ഫിലിം മേക്കിംഗ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് പണ്ട് ഇവൻ അത്യാവശ്യം, അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇവൻ അടിപൊളിയാണ്. അതായത് സംസാരത്തിലായാലും അതൊക്കെ നമുക്ക് ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ പൊളിയായിരിക്കും. അത് ആ സമയത്ത് ഇവനൊരു ചെറിയൊരു മൂവിയൊക്കെ അതായത് ഷൂട്ടൊക്കെ ചെയ്തിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മളിങ്ങനെ വാവ് നല്ലൊരു സാധനം. അപ്പൊ അങ്ങനെ അസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ എന്നെ വിളിക്കുന്നു. ഞാൻ പോയി കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത് അസിസ്റ്റ് ചെയ്യാൻ വർക്ക് ചെയ്തു എന്ന് പറയാനായിരിക്കും എന്നായിരിക്കും. അപ്പോഴാണ് പറയണത് ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ ഓക്കെ. പിന്നെയാണ് എന്നോട് ചോദിക്കണത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യാം. ഓക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തോളാം. അത് അത്രയും ലെവലിൽ എത്തും ചെയ്തു. ഇമാജിൻ ചെയ്തില്ല അങ്ങനെ ഒരു പരിപാടി. അങ്ങനെ ഒരു ആക്ച്വലി എല്ലാരും ഹീറോ ആണല്ലോ ആ പടത്തിൽ. അപ്പൊ അതിന്റെ ഞാൻ അപ്പോഴും ഇങ്ങനെ ഒരു മെയിൻ ലീഡ് പരിപാടി ഒന്നും ഞാൻ വിചാരിക്കണില്ല. അല്ല, ഒരു ഗ്രൂപ്പ് ആൾക്കാരായാലും ചിലപ്പോ ഒരു 2 പേരോ 4 പേരൊക്കെ പിടിച്ചിട്ട് പടം കൊണ്ടുപോകാൻ വേണമെങ്കിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കിട്ടണമെന്നില്ല. ഇപ്പൊ കമ്മട്ടിപ്പാടം ചെയ്യുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എന്നോട് അവൻ ആ സമയത്ത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞടാ
നമ്മൾ കമ്മട്ടിപ്പാടം ചെയ്യുമ്പോൾ കമ്മട്ടിപ്പാടത്ത് പിള്ളേര് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് വരുന്നുണ്ട് ദുൽഖറിന്റെ. പക്ഷെ അത് കുറച്ച് പേരിൽ ഒതുങ്ങിപ്പോയി എന്ന് വെച്ചാൽ എല്ലാവരെയും ഓർത്തിരിക്കില്ല. പക്ഷെ അപ്പോ ഇവൻ പറഞ്ഞാ നമുക്ക് ഈ പടത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പടം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മളെയൊക്കെ വിളിച്ച് അതായത് സ്ക്രിപ്റ്റിൽ ഉണ്ടെങ്കിലും ചില സാധനങ്ങൾ സ്വാഭാവികമായിട്ടും മാറാലോ. പക്ഷെ അങ്ങനെ ഒരു മാറ്റങ്ങളോ ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവനത് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അതാണ് അതിലൊരു ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സെറ്റ് ഒക്കെ. എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. എനിക്കാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അതൊരു ആദ്യത്തെ പടം ചെയ്യണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അത് ബാക്കി എല്ലാരും പ്രൂവ് ചെയ്തേക്കുന്ന ആൾക്കാരാ. കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ രീതിയിലും പ്രൂവ് ചെയ്തേക്കുന്ന ആൾക്കാരാ. പിന്നെ ഞാനും ചന്തുവാ. പക്ഷെ ചന്തു ഭയങ്കര വലിയ ഒരു ഈസി പരിപാടി. അതായത് അങ്ങനെ നമുക്ക് എനിക്കൊക്കെ ടെൻഷൻ ഉണ്ടായി. പക്ഷെ അവന് ടെൻഷനൊന്നും മുഖത്തൊന്നും ഒരിക്കലും ഭയങ്കര എന്താ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ചന്തുവിന്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി. പക്ഷെ അത് ആദ്യത്തെ 2 ദിവസം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടി അങ്ങോട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ നമ്മളെ കൂട്ടത്തിലൊരാളായിട്ട് തന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് തോന്നുന്നത്. ഫസ്റ്റ് ഡേ ഷൂട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പോണത് എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല അതിന്റെ തലേ ദിവസം വരെ. അപ്പോൾ സിധു എന്നോട് ഒരാഴ്ച മുന്നേ ചോദിച്ചേടാ നീ ഓക്കെ അല്ലേ, സെറ്റല്ലേ പരിപാടി? ഞാൻ പറഞ്ഞു സെറ്റാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഒപ്പം ഞാനിങ്ങനെ അവിടെ ബോർഡിൽ എല്ലാവരും പോണു. ഞാൻ ഇവരുടെയൊക്കെ ഒപ്പം പിടിച്ചിക്കണ്ടേ? പിടിച്ചിക്കണ്ട വരും, കൂടുതൽ ടെൻഷനായി. അതുകൊണ്ട് ഞാനും ഗണുവും കൂടി ഒരുമിച്ചാ കൊടൈക്ക് പോകണം. അവിടെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, അളിയാ എങ്ങനെയാണ് പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതായത് ഷൂട്ടിന് ഒരു 3 ദിവസം മുന്നേ ഞാൻ എന്താണ് ചെയ്യാൻ പോണേന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടണം. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, അതെ എന്താ പരിപാടി, എങ്ങനെയാണ് പരിപാടി പിടിക്കാൻ പോണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നോക്കാം, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ശരി. അപ്പൊ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് ഒരു കുതിരനെയൊക്കെ തടവണം. അപ്പൊ അത് കൊടൈക്കനാൽ അത്ര തണുപ്പത്ത് ഞാൻ മറ്റേ ഷർട്ടൊന്നും ഇല്ലാണ്ട് കാണുമ്പോ തന്നെ അവിടെയുള്ള ഷൂട്ട് കാണാമെന്ന നാട്ടുകാരും നമ്മളെ കുറെ മലയാളീസ് ഒക്കെ ഉണ്ടാവില്ല ടൂർ വന്നേക്കണം, അവരൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ ഇവരാരാണ് കൂടെയുള്ള ആൾക്കാരായാലും. അപ്പൊ ബാസിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സീക്വൻസ് പ്ലാൻ ചെയ്ത് കുറെ ടൈമായി. അപ്പൊ ബാസി പെട്ടെന്ന് വന്നിട്ട് സൈക്കിളിൽ കയറി. അപ്പൊ ഞാനും ബാലും ഗണുവും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, ഞാനിങ്ങനെ ചെയ്യുന്ന ഇതാണ്. അപ്പൊ ആ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബാസിയും ചന്തുവും റഹ്മാനും കൂടി സൈക്കിൾ ചവിട്ടി പോന്നെ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ആക്ഷൻ പറഞ്ഞിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഉമ്മാര് വന്നിട്ടുണ്ട്. എന്നെ ബാസി കാണുമ്പോ അതായത് അത് നാച്ചുറൽ ആയിട്ട് വന്നതാ. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു നമ്മളുടെ ഒരു കോൺഫിഡൻസ്, അതായത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളുടെ അത് ബ്രേക്കായി. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ സീനിൽ തുടങ്ങിയോണ്ട് എനിക്ക് ഭയങ്കര ഇതായി. അതായത് നമ്മളൊരിക്കലും അതായത് പക്ഷെ എല്ലാരും അതായത് സൗബിക്കയിലെല്ലാരും ഒരു ജെല്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനം അന്ന് എനിക്ക് അവിടെ നിന്ന് ആ മൊമെന്റിൽ എനിക്ക് തോന്നി. അന്ന് ശരിക്കും ഇവരെ കണ്ടിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഈ ക്യാരക്ടർ ജിൻസൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കുന്നു. ജിൻസൺ ഭയങ്കര അടിപൊളിയാ. ജിൻസൺ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ ജിൻസൺ കുറച്ചുകൂടി പെട്ടെന്നൊക്കെ, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തും ചെയ്യും ചിലപ്പോ, അങ്ങനത്തെ ഒരു ആളാ. പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് കാണുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് കഴിയുമ്പോ ജീൻചേറിനോട് മറ്റേ ഇത് പിടിക്കാന്ന് പറഞ്ഞാണ് പഞ്ച് പിടിക്കാം അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അപ്പൊ എന്നോട് എല്ലാരും
എന്നോട് എല്ലാവരും ബാസിക്ക് എപ്പോഴും പറയും ജീൻസ് പൊളിക്കോടാ പൊള്ളിയായിരിക്കും പരിപാടി എന്ന് പറയുന്നു. അപ്പൊ ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട് അതിലൊരു പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താലും ഒരു ഡൗട്ട് ഉണ്ടാവില്ല, നമുക്ക് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള. ഒന്നാമത് അത് ഓവർ തിങ്കിങ് ഉണ്ടാവും പടത്തില്, അതായത് ഞാൻ കാരണം അത് മോശമാവരുതല്ലോ എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. അപ്പൊ ആ സീക്വൻസ് നടക്കുമ്പോ ആദ്യത്തെ ഒരു പോർഷനിൽ ഒരു കരച്ചിലുണ്ട് ഒരു പോലീസ് സ്റ്റേഷനായിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അപ്പൊ ഞാൻ ഫുൾ സങ്കടമാണ്. അപ്പൊ എന്നോട് ഇതിന്റെ ഇടയില് ബാസിക്ക് അന്ന് ഷൂട്ടില്ല, നമ്മളുടെ പോർഷൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബാസി എന്നോട് എടാ വിഷ്ണു നീ നിനക്ക് ജിൻസൺ അറിയണോ, അവൻ കരയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ആ സാധനം അടിച്ച്. ശരിയാണ്, ഇത്രയും കട്ടക്ക് നിൽക്കുന്ന ആള് കരയും അവൻ, പക്ഷെ ഒരു പോയിന്റിലൊക്കെ ചിലപ്പോ അത് മാറും. അപ്പോ ആ സീക്വൻസ് കഴിഞ്ഞിട്ടാണ് ഈ പോലീസുകാരൻ വന്ന് തല്ലണത്. ആ സമയത്ത് ഞാൻ മറ്റേ ഫുൾ കലിപ്പ അയാളോട്. അതായത് ആ സമയത്ത് പിന്നെ കരച്ചിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റമൊക്കെ അത് ഞാൻ മറന്നുപോയ സാധനം എന്നെ ഓർമ്മിപ്പിച്ച് വാസിയ ആ സമയത്ത്. അപ്പൊ ഞാൻ ചിതുവിനോടും ചോദിച്ചപ്പോ ചിതു പറഞ്ഞാ അങ്ങനെ പിടിച്ചാ മതി, ഷൈജുക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ മാറിയില്ലേ. അപ്പൊ പലരും പറയാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോ ആ ക്യാരക്ടർ ഇങ്ങനെ ജിൻസൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് കുറച്ച് കഴിയുന്ന സമയത്ത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞപ്പോ? ഞാനിങ്ങനെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ പിടിച്ച് ആ ഒരു മൂഡ് പിടിച്ചൊക്കെ പോവാൻ. പക്ഷേ നമ്മുടെ സെറ്റിൽ അങ്ങനെയൊന്നല്ലായിരുന്നു. അതായത് എനിക്ക് ഇപ്പോഴും ആ കുഴിയുടെ അടുത്ത് നിലത്തിരുന്ന് കിടന്ന് മറിഞ്ഞൊക്കെയാണല്ലോ നമ്മൾ ആ ചെളിയിലൊക്കെ ഇടുന്നിട്ടുള്ള ആക്ടിവിറ്റി. അപ്പൊ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി മാറി. പിന്നെ ഉമ്മാരെല്ലാരും കൂടി ഫുൾ ചളി പറയല്ല പരിപാടി. അപ്പൊ ഞാനിങ്ങനെ മറ്റേ ഇത് പിടിച്ചൊക്കെ ഇരിക്കും, ക്യാരക്ടർ പിടിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ സങ്കടം പോവാതെ ഇങ്ങനെ മാക്സിമം ഇരിക്കുമ്പോഴായിരിക്കും ബാലുവൊക്കെ എന്താ കാണിക്കണത്. ആദ്യമൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുവായിരുന്നു. ഈ ട്രാവൽ ഷൂട്ടിലൊന്നും അങ്ങനെയൊന്നും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ കേവിന്റെ അകത്തേക്ക് വരുമ്പോഴാണല്ലോ നമ്മള് വേറൊരു പരിപാടി പിടിച്ചിരിക്കും. സീരിയസ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവന്മാര് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് കൊളാകും. പക്ഷെ ഇവന്മാര് മറ്റേ സ്വിച്ച് ഇട്ടപ്പോ തന്നെ ഇത് മാറും. അതാണ് എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ പിന്നെ അതിലേക്ക് ആവാം എന്നുള്ള സാധനത്തിലേക്കാണ് നമ്മൾ അടുത്ത ഇത്. പിന്നെ അങ്ങനെ അല്ല അപ്പൊ തലവരെയായിരുന്നപ്പോ ഈ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്? തലവരെ പിന്നെ ഞാൻ അച്ചുവിനെ ഞാൻ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. തലവരയുടെ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ അന്ന് ഞാൻ മഹേഷേറിനും കൂടി സംസാരിച്ചിരിക്കുമ്പോ അച്ചു ലേറ്റ് ആയിരുന്നു കുറച്ച്. അപ്പൊ അച്ചു വന്നപ്പോ നേരിട്ടാണ് മെത്തഡ് ആക്ടർ, അതായത് പണ്ടൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ മെത്തഡ് ആക്ടിങ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അവനത് കണ്ടിട്ടുണ്ട് മെത്തഡ് ആക്ടർ എന്ന് കണ്ട്. തലവരെയൊക്കെ പക്ഷെ ഭയങ്കര പണിയായിരുന്നു. ഞാൻ ഒന്നാമത് ഈ പാലക്കാട് സ്ലാങ്, ഞാൻ ഈ പറവൂർ ഭാഷ എന്റെ ഇതിൽ നിന്ന് മാറൂല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ലാങ്ങിലൊക്കെ ഡയലോഗ് ഓൾറെഡി നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അഖില്. അതൊക്കെ ട്രൈ ചെയ്തിട്ട് തലേ ദിവസമൊക്കെ ഞാനിരുന്ന് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പരിപാടി വർക്കാണല്ലോ. ലാസ്റ്റ് റാഫിയൊക്കെ പറഞ്ഞ് ഞങ്ങള് വരാം, നീ ഇവിടുന്ന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് സെറ്റിൽ ചെന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ നമ്മള് കാരണം ഫ്രീ ടേക്ക് പോകാനായിട്ട്. അത് മഞ്ഞുമല് പോലെ ആയിരുന്നില്ലല്ലോ അതിന്റെ സെറ്റ് എന്ന് പറയണ. ഇത് അതെന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ ഈ സിനിമയിലോട്ട് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അതിലേക്ക് വന്നപ്പോ അഖിലായിട്ട് ആ സമയത്താണ് നമ്മളിങ്ങനെ നമ്മളൊരു പരിപാടിയിലൂടെയാണ് അഖിലായിട്ടൊന്ന് കുറച്ചുകൂടി കണക്ഷൻ വന്നു കൊടുക്കുന്നത്. ആദ്യമേ അഖിലിങ്ങനെ സജഷനൊക്കെ ചോദിക്കും, അങ്ങനെ നമ്മളോട് സജഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഡയലോഗ്സ് ആയാലും ആദ്യം ഇങ്ങനെ ഡയലോഗ് ആദ്യം അറിയില്ലല്ലോ അഖിലും. ചില സമയത്ത് അഖില് തന്നെ ചോദിക്കും ഇവിടെ എന്ത് പറയാൻ പറ്റൂടാ എന്നായിരിക്കും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതൊക്കെ കണക്ട്, നമ്മള് പറയണതൊക്കെ അഖിലിനും വർക്കൗട്ട് ആണ് കുറെ കാര്യങ്ങളൊക്കെ. ചില സാധനങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ വരും. അതൊക്കെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്തേക്കണത് തലവരെയല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും, അകത്തുനിന്ന് വന്ന് പറയണതൊക്കെ അവനും കണക്റ്റഡ് ആണ് പരിപാടി. അതും ഈ പറഞ്ഞ പോലെ നല്ല സക്സസ്ഫുൾ ആയ ഒരു സിനിമ തന്നെയായിരുന്നു. തലവര എനിക്ക് മഞ്ഞുമല് കഴിഞ്ഞിട്ടൊരു ത്രൂ ഔട്ട് അത്ര ഒരു ഫുള്ളി ലെങ്തി പരിപാടി ചെയ്യണത്, അത്യാവശ്യം ഡയലോഗ്സ് ആയാലും വന്നത്
തലവരെയെല്ലാം. അത് ഭയങ്കര ഭാഗ്യം. അതുപോലെ വെഡിങ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ ഇങ്ങനെ പോകുന്നു. അതിപ്പോഴും ഉണ്ട്. പണിയെടുക്കണമല്ലോ, നമ്മൾ എന്ത് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഇപ്പൊ പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ചില ആൾക്കാരൊക്കെ പറയും നീ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അതെ, പൈസ തന്നെ വേണം. അതെ. അപ്പൊ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്, ഹാപ്പി ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് തന്നെ ഇനി നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ചെറിയ സിനിമകളെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുണ്ട്. അതെ, അങ്ങനെ നല്ല നല്ല അവസരങ്ങൾ കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും കാർഡടി വിളിക്കുക. അതിന് എല്ലാവിധ ആശംസകളും. നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെയധികം നന്ദി.